നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മിഡിൽ ഈസ്റ്റ് വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം തലക്കെട്ട്. പൊതു സെൻസസിനൊപ്പം ജാതി സെൻസസും നടത്താൻ കേന്ദ്ര മന്ത്രിസഭാ തീരുമാനം. സംസ്ഥാനങ്ങൾ നടത്തിയത് ജാതി സർവേ എന്നും ജാതി സെൻസസിനെ രാഷ്ട്രീയമായാണ് കോൺഗ്രസ് ഉപയോഗിച്ചിരുന്നതെന്നും കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് സ്വാഗതം ചെയ്ത് കോൺഗ്രസ് ഉൾപ്പെടെയുള്ള ഇന്ത്യ സഖ്യകക്ഷികൾ. കേന്ദ്ര നീക്കം ബീഹാർ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ. പാകിസ്ഥാനെതിരെ സാമ്പത്തിക ഉപരോധം ഉൾപ്പെടെ കൂടുതൽ നടപടികൾക്ക് ഇന്ത്യ. ആക്രമണത്തിൽ TRFന് പങ്കുണ്ട് എന്നതിന് തെളിവില്ലെന്ന് പാകിസ്ഥാൻ. ഭീകരരെ ജീവനോടെ പിടികൂടി തെളിവ് നൽകാൻ ഇന്ത്യ. പ്രധാനമന്ത്രിയുടെ റഷ്യ സന്ദർശനം റദ്ദാക്കി. പകരം രാജ്നാഥ് സിംഗ് പങ്കെടുക്കും. പെഹൽഗാമിൽ ഉടൻ നടപടി വേണമെന്ന് രാഹുൽ ഗാന്ധി. വിഴിഞ്ഞം തുറമുഖ കമ്മീഷനിങ്ങിനായി പ്രധാനമന്ത്രി നാളെ തിരുവനന്തപുരത്ത്. തലസ്ഥാനത്ത് കർശന സുരക്ഷ. പരിപാടിയിൽ നിന്ന് പ്രതിപക്ഷ നേതാവിനെ ഒഴിവാക്കിയത് കേന്ദ്രമെന്ന് തുറമുഖ മന്ത്രി VN വാസവൻ. ക്ഷണിക്കാത്തിടത്ത് പോകില്ലെന്ന് VD സതീശൻ. തന്നെ ക്ഷണിച്ചത് കേന്ദ്രമെന്ന് രാജീവ് ചന്ദ്രശേഖർ. പദ്ധതി നേട്ടമാക്കി കാണിച്ച മാധ്യമങ്ങളിൽ കേന്ദ്ര സർക്കാരിന്റെ പരസ്യം. വിഴിഞ്ഞം പദ്ധതിയിലെ ക്രെഡിറ്റിൽ തർക്കം വേണ്ടെന്ന് മുഖ്യമന്ത്രി. ക്രെഡിറ്റ് നാടിനാകെയുള്ളത്. ചിലരുടെ ബഹിഷ്കരണമാണ് ജനപിന്തുണയെന്നും പിണറായി വിജയന്റെ വിശദീകരണം. തന്റെ കുടുംബമായതിനാലാണ് വിഴിഞ്ഞം സന്ദർശിച്ചതെന്നും അന്ന് ചേർന്ന യോഗം അവലോകന യോഗമല്ലായിരുന്നുവെന്നും മറുപടി. മലയാളിക്കിനി തൃശൂർ പൂരലഹരി. തിരുവമ്പാടി പാറമേക്കാവ് ക്ഷേത്രങ്ങളിൽ കൊടിയേറി. 8 ഘടകക്ഷേത്രങ്ങളിലും കൊടിയേറ്റ്. പൂരം മെയ് 6-ന്. വിശദമായ വാർത്തകൾ നോക്കാം. രാജ്യത്ത് ജാതി സെൻസസ് നടത്താൻ കേന്ദ്ര സർക്കാർ തീരുമാനം. പൊതു സെൻസസിനൊപ്പമാണ് ജാതി സെൻസസ് നടപ്പാക്കുക. ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെയാണ് കേന്ദ്ര സർക്കാരിന്റെ നിർണായക പ്രഖ്യാപനമെന്നതും ശ്രദ്ധേയമാണ്. രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ കോൺഗ്രസും പ്രതിപക്ഷവും രാജ്യത്ത് ജാതി സെൻസസ് നടത്തണമെന്ന് ഏറെക്കാലമായി ആവശ്യപ്പെട്ടിരുന്നു. കേന്ദ്രമന്ത്രിസഭായോഗം കഴിഞ്ഞുള്ള വാർത്താ സമ്മേളനത്തിലാണ് മന്ത്രി അശ്വിനി വൈഷ്ണവ് ജാതി സെൻസസ് സംബന്ധിച്ച കാര്യം വ്യക്തമാക്കിയത്. സംസ്ഥാനങ്ങൾ നടത്തിയത് ജാതി സർവേയാണെന്ന് അശ്വിനി വൈഷ്ണവ് പറഞ്ഞു. ജാതി സെൻസസ് നടത്താനുള്ള ഭരണഘടനാപരമായ അധികാരം കേന്ദ്ര സർക്കാരിനാണെന്നും അശ്വിനി वैष्णव व्यक्तमाकी. ये केंद्र का विषय है. हालांकि कई राज्यों ने सर्वे के माध्यम से जातियों की जनगणना की है. जहां कुछ राज्यों ने यह काम सुचारू रूप से संपन्न किया है, वहीं कुछ अन्य राज्यों ने राजनीतिक दृष्टि से और गैर पारदर्शी ढंग से सर्वे किया है. इस प्रकार के सर्वे से समाज में भ्रांति फैली है. इन सभी स्थितियों को ध्यान में रखते हुए और यह सुनिश्चित करते हुए कि हमारा सामाजिक ताना बाना राजनीति के दबाव में न आए, जातियों की गणना एक सर्वे के स्थान पर मूल जनगणना में ही सम्मिलित होनी चाहिए. ബീഹാർ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെയാണ് കേന്ദ്രത്തിന്റെ തിരക്കിട്ട നീക്കമെന്നതും ശ്രദ്ധേയമാണ്. ഇത്തവണയും ബീഹാർ തെരഞ്ഞെടുപ്പിൽ ജാതി സെൻസസ് കോൺഗ്രസ് ശക്തമായ പ്രചാരണമായുധമാക്കുന്നതിനിടെയാണ് കേന്ദ്ര സർക്കാരിന്റെ ഈ നീക്കം. പ്രത്യേകമായി ജാതി സെൻസസ് നടപ്പാക്കില്ല, മറിച്ച് പൊതു സെൻസസിനൊപ്പം തന്നെ ജാതി കണക്കെടുപ്പ് നടത്തും. എല്ലായ്പ്പോഴും ജാതി സെൻസസിനെ എതിർത്തിരുന്നവരാണ് കോൺഗ്രസ്. സ്വാതന്ത്ര്യത്തിന് ശേഷം നടത്തിയ സെൻസസുകളിലൊന്നും തന്നെ ജാതി രേഖപ്പെടുത്തിയിരുന്നില്ലെന്നും കേന്ദ്രമന്ത്രിസഭായോഗ തീരുമാനങ്ങൾ വിവരിക്കവേ അശ്വിനി വൈഷ്ണവ് പറഞ്ഞു. ജാതി സെൻസസിനെ രാഷ്ട്രീയമായാണ് കോൺഗ്രസ് ഉപയോഗിച്ചതെന്നും അദ്ദേഹം വിമർശിച്ചു. Most of the political parties had recommended caste census. Despite this, Congress government decided to conduct only a survey of caste instead of a caste census. That survey is known as SECC. It is well understood that Congress and its India alliance partners have used caste census only as a political tool. രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ കോൺഗ്രസും പ്രതിപക്ഷവും രാജ്യത്ത് ജാതി സെൻസസ് നടത്തണമെന്ന് ഏറെക്കാലമായി ആവശ്യപ്പെട്ടിരുന്നു. 2021 സെൻസസിനൊപ്പം ജാതി സെൻസസ് നടത്തുമെന്നാണ് സർക്കാർ നേരത്തെ പറഞ്ഞതെങ്കിലും പിന്നീട് പിന്മാറി. 2011 അവസാനമായി രാജ്യത്ത് സെൻസസ് നടത്തിയത്. 2021 നടത്തേണ്ട സെൻസസ് 2025 നടത്തിയിട്ടില്ല. ജാതി സെൻസസിനെ സ്വാഗതം ചെയ്ത് കോൺഗ്രസ് രംഗത്ത് വന്നു. സമയബന്ധിതമായി നടപ്പാക്കണമെന്നും രൂപരേഖ തയ്യാറാക്കണമെന്നും അതിനായി കേന്ദ്രത്തെ സഹായിക്കാമെന്നും ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി വ്യക്തമാക്കി. 50% സംവരണമെന്ന തടസ്സം നീക്കണമെന്നും രാഹുൽ ഗാന്ധി ആവശ്യപ്പെട്ടു. അമൃത ന്യൂസ്, ന്യൂഡൽഹി.
ജാതി സെൻസസ് നടത്താനുള്ള കേന്ദ്ര സർക്കാർ തീരുമാനത്തെ പിന്തുണച്ച് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി. രാജ്യത്തിന്റെ വികസനത്തിന് പുതിയ ദിശാബോധം നൽകാൻ ജാതി സെൻസസ് ഉപകരിക്കും. നിലവിൽ സെൻസസ് നടപടികൾ വൈകിയിട്ടുണ്ട്, അതുകൊണ്ട് സമയബന്ധിതമായി പൂർത്തിയാക്കണമെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു. मैं दोहराना चाहता हूं कि कास्ट सेंसस पहला कदम है. हमारा जो विजन है एक बिल्कुल नया डेवलपमेंट का, विकास का पैराडाइम हम कास्ट सेंसस के माध्यम से लाना चाहते हैं. सिर्फ रिजर्वेशंस नहीं, मगर हम सेंट्रल सवाल पूछ रहे हैं कि चाहे ओबीसीज हों, दलित्स हों, आदिवासी हों, उनकी देश में कितनी भागीदारी है. പഹൽഗാം ആക്രമണത്തിൽ ഭീകരവാദികളെ ജീവനോടെ പിടികൂടാൻ സൈന്യത്തിന് കേന്ദ്ര സർക്കാർ നിർദ്ദേശം. ആഗോളതലത്തിൽ പാകിസ്ഥാനെ ഒറ്റപ്പെടുത്തുകയാണ് ഇന്ത്യയുടെ ലക്ഷ്യം. പാകിസ്ഥാനെതിരെ സാമ്പത്തിക ഉപരോധമടക്കം കൂടുതൽ നടപടികൾക്ക് ഇന്ത്യ ആലോചിക്കുന്നു. പഹൽഗാം ഭീകരാക്രമണത്തിൽ തിരിച്ചടിക്കാൻ സൈന്യത്തിന് പൂർണ്ണ അധികാരം നൽകിയതിന് പിന്നാലെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ ചേർന്ന നിർണായക യോഗത്തിൽ രാജ്യസുരക്ഷ സംബന്ധിച്ച കാര്യങ്ങൾ ചർച്ചയായത്. 26 പേരുടെ ജീവനെടുത്ത ഭീകരാക്രമണം നടത്തിയ ഭീകരവാദികളെ ജീവനോടെ പിടികൂടാൻ ശ്രമിക്കണമെന്നാണ് സൈന്യത്തിനും പോലീസിനും കേന്ദ്ര സർക്കാർ നിർദ്ദേശം നൽകിയത്. ഭീകരർ എത്തിയത് പാകിസ്ഥാനിൽ നിന്നാണെന്നും ഭീകരവാദത്തിന് പാകിസ്ഥാൻ പിന്തുണ നൽകുന്നുവെന്നും ഇന്ത്യ സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ ആഗോളതലത്തിൽ പാകിസ്ഥാനെ ഒറ്റപ്പെടുത്തുകയാണ് ഇന്ത്യയുടെ ലക്ഷ്യം. ഭീകരവാദത്തെ പാകിസ്ഥാൻ പൂർണ്ണമായും പിന്തുണയ്ക്കുന്നുവെന്ന സന്ദേശം ലോകത്തിന് മുന്നിൽ ഉയർത്തിക്കാട്ടും. തിരിച്ചടിക്കാൻ സാഹചര്യവും സമയവും തീരുമാനിക്കാമെന്ന് പ്രധാനമന്ത്രി വ്യക്തമാക്കിയതോടെ വിശദമായ പദ്ധതി സൈന്യം പ്രധാനമന്ത്രിക്ക് നൽകും. പ്രധാനമന്ത്രിയുടെ അനുമതിയോടെയാകും ആക്ഷൻ പ്ലാൻ നടപ്പാക്കുക. പാകിസ്ഥാനെതിരെ സാമ്പത്തിക ഉപരോധമടക്കം കൂടുതൽ നടപടിക്ക് ഇന്ത്യ ആലോചിക്കുകയാണ്. സിന്ധു നദീജല കരാർ മരവിപ്പിച്ച് പാകിസ്ഥാനെ പ്രതിരോധത്തിലാക്കിയതിന് പിന്നാലെ സാമ്പത്തിക ഉപരോധം ശക്തമാക്കാനാണ് നീക്കം. ഇറക്കുമതി അടക്കം നിലവിലുള്ള വാണിജ്യബന്ധം പൂർണ്ണമായും നിർത്തിയേക്കും. പാകിസ്ഥാനി വിമാനങ്ങളുടെ സഞ്ചാരം തടഞ്ഞ് ഇന്ത്യൻ വ്യോമപാത അടച്ചേക്കും. കപ്പൽ ഗതാഗതത്തിനും തടയിടാൻ സാധ്യതയുണ്ട്. അതിനിടെ പ്രത്യേക പാർലമെന്റ് സമ്മേളനമെന്ന പ്രതിപക്ഷ ആവശ്യം സർക്കാർ പരിഗണിച്ചേക്കും. പാർലമെന്റിന്റെ പ്രത്യേക സമ്മേളനം വിളിച്ചു ചേർക്കണമെന്നാവശ്യപ്പെട്ട് CPM എംപിമാർ ഇരു സഭകളുടെയും അധ്യക്ഷന്മാർക്ക് കത്ത് നൽകി. ദേശീയ സുരക്ഷാ ഉപദേശക ബോർഡും കേന്ദ്ര സർക്കാർ പുനഃസംഘടിപ്പിച്ചു. മുൻ റോ മേധാവി അലോക് ജോഷിയെ ബോർഡ് ചെയർമാനായി നിയമിച്ചു. സായുധ സേന, പോലീസ്, ഫോറിൻ സർവീസ് എന്നിവയിലെ മുതിർന്ന അംഗങ്ങളെയും ബോർഡിൽ ഉൾപ്പെടുത്തി. ഇന്ത്യയുടെ സൈനിക, പോലീസ്, വിദേശ സേവനങ്ങളിൽ നിന്നുള്ള വിരമിച്ച മുതിർന്ന ഉദ്യോഗസ്ഥർ ഉൾപ്പെടുന്ന 7-അംഗ ബോർഡാണ് രൂപീകരിച്ചത്. ന്യൂസ് ഡെസ്ക്, അമൃത ന്യൂസ്. പഹൽഗാം ഭീകരാക്രമണത്തെ അപലപിച്ച് ഐക്യരാഷ്ട്രസഭ. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സംഘർഷം ലഘൂകരിക്കാൻ UN മധ്യസ്ഥത വഹിക്കാൻ തയ്യാറാണെന്ന് UN സെക്രട്ടറി ജനറൽ ആന്റോണിയോ ഗുട്ടറസ് ഇരു രാജ്യങ്ങളെയും അറിയിച്ചു. ഇന്ത്യൻ വിദേശകാര്യമന്ത്രി S ജയശങ്കർ, പാക് പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് എന്നിവരെ നേരിട്ട് വിളിച്ചാണ് US സെക്രട്ടറി ജനറൽ സംസാരിച്ചത്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സംഘർഷം ഒഴിവാക്കണമെന്നും ദാരുണമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടായേക്കാവുന്ന ഏറ്റുമുട്ടൽ ഒഴിവാക്കണമെന്നും UN ആവശ്യപ്പെട്ടു. യുദ്ധം ഒന്നിനും പരിഹാരമല്ലെന്നും ഇന്ത്യ പാക് അതിർത്തികളിൽ വർദ്ധിച്ചുവരുന്ന ആശങ്ക അവസാനിപ്പിക്കണമെന്നും UN ആവശ്യപ്പെട്ടു. വിഴിഞ്ഞം തുറമുഖ കമ്മീഷനിങ്ങിനായി പ്രധാനമന്ത്രി നാളെ തിരുവനന്തപുരത്തെത്തും. പ്രധാനമന്ത്രിയുടെ സന്ദർശനം കണക്കിലെടുത്ത് തലസ്ഥാനവും വിഴിഞ്ഞവും വലിയ സുരക്ഷയിലാണ്. നഗരത്തിൽ വെള്ളിയാഴ്ച വരെ ഗതാഗത നിയന്ത്രണം ഉണ്ടാകും. നാളെ ഉച്ചയ്ക്ക് 2 മണി മുതൽ രാത്രി 10 മണി വരെയും വെള്ളിയാഴ്ച രാവിലെ 6:30 മുതൽ ഉച്ചയ്ക്ക് 2 മണി വരെയുമാണ് ഗതാഗത നിയന്ത്രണം ഉണ്ടാവുക. വിഴിഞ്ഞം തുറമുഖ കമ്മീഷനിങ്ങിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ കേരളത്തിലെത്തും. സന്ദർശനം കണക്കിലെടുത്ത് വെള്ളിയാഴ്ച വരെ തിരുവനന്തപുരം നഗരത്തിൽ ഗതാഗത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. മെയ് 1-ന് തലസ്ഥാനത്തെത്തുന്ന പ്രധാനമന്ത്രി രാജ്ഭവനിൽ തങ്ങി 2-ാം തീയതി രാവിലെ 11 മണിക്ക് എയർഫോഴ്സിന്റെ പ്രത്യേക ഹെലികോപ്റ്ററിൽ വിഴിഞ്ഞം രാജ്യാന്തര തുറമുഖത്തിറങ്ങും. ഇതിനായി 3 ഹെലിപാഡുകൾ സജ്ജീകരിച്ചിട്ടുണ്ട്. പ്രധാനമന്ത്രിയുടെ സന്ദർശനം കണക്കിലെടുത്ത് വെള്ളിയാഴ്ച വരെ തിരുവനന്തപുരം നഗരത്തിൽ ഗതാഗത നിയന്ത്രണവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. നാളെ ഉച്ചയ്ക്ക് 2 മണി മുതൽ രാത്രി 10 മണി വരെയും വെള്ളിയാഴ്ച രാവിലെ 6:30 മുതൽ ഉച്ചയ്ക്ക് 2 മണി വരെയുമാണ് ഗതാഗത നിയന്ത്രണം ഉണ്ടാവുക. തലസ്ഥാനത്ത് സുരക്ഷാ ക്രമീകരണങ്ങളും ശക്തമാണ്. തുറമുഖവും പരിസരവും ഇന്നലെ മുതൽ SPGയുടെ നിയന്ത്രണത്തിലാണ്. 2-ാം തീയതി പ്രധാനമന്ത്രി വിഴിഞ്ഞത്തെത്തി മടങ്ങും വരെ കാര്യങ്ങൾ SPG ഉദ്യോഗസ്ഥരുടെ കൂടി നിയന്ത്രണത്തിലാകും നടക്കുക. ചീഫ് സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ പോലീസിന്റെയും സൈന്യത്തിന്റെയും SPGയുടെയും ഉന്നത ഉദ്യോഗസ്ഥരും ജില്ലാ കളക്ടറും വിവിധ വകുപ്പുകളുടെ ഉന്നതരും പങ്കെടുത്ത അവലോകന യോഗം കഴിഞ്ഞ ദിവസം തുറമുഖ ഓഫീസിൽ നടന്നിരുന്നു. കരയിലെ സുരക്ഷയ്ക്കൊപ്പം കടലിലും സുരക്ഷാ സേനകളുടെ സാന്നിധ്യമുണ്ടാവും. തീരസംരക്ഷണ സേനയുടെ C-441, C
427, അതിവേഗ പെട്രോൾ ബോട്ടായ അനഘ്, നാവികസേനയുടെ കപ്പലുകൾ എന്നിവ ഉൾക്കടലിൽ നിരീക്ഷണം നടത്തും. തീരദേശ പോലീസിന്റെയും മറൈൻ എൻഫോഴ്സ്മെന്റിന്റെയും പെട്രോൾ ബോട്ടുകൾ തീരത്തോട് ചേർന്ന് കടലിൽ നിലയുറപ്പിക്കും. തുറമുഖ കമ്പനിയുടെ പ്രത്യേക പരിശീലനം നേടിയ 10 റാപ്പിഡ് ആക്ഷൻ അംഗങ്ങളെയും സുരക്ഷയ്ക്കായി നിയോഗിക്കും. അമൃത ന്യൂസ്, തിരുവനന്തപുരം. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖ കമ്മീഷനിംഗ് നടക്കാനിരിക്കെ തുറമുഖത്തെ ചൊല്ലിയുള്ള അവകാശവാദങ്ങൾ കത്തിക്കയറുന്നു. കമ്മീഷനിംഗിൽ പ്രതിപക്ഷ നേതാവ് പങ്കെടുക്കില്ല. വേദിയോ ഇരിപ്പിടമോ പ്രതിപാദിക്കാത്ത ക്ഷണക്കത്ത് അംഗീകരിക്കാനാകില്ലെന്ന് പ്രതിപക്ഷം വ്യക്തമാക്കി. സംസ്ഥാനം കേന്ദ്രത്തിന് അയച്ച പട്ടികയിൽ പ്രതിപക്ഷ നേതാവിന്റെ പേര് ഉൾപ്പെട്ടിരുന്നുവെന്നും തീരുമാനമെടുക്കേണ്ടത് പ്രധാനമന്ത്രിയുടെ ഓഫീസാണെന്നും തുറമുഖ വകുപ്പ് മന്ത്രിയുടെ പുതിയ വിശദീകരണം. അതേസമയം കമ്മീഷനിംഗിൽ പങ്കെടുക്കുന്നവരുടെ പട്ടികയിൽ BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറും ഉൾപ്പെട്ടിട്ടുണ്ട്. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം കമ്മീഷനിംഗ് ചെയ്യുന്നത് ദേശീയ മാധ്യമങ്ങളിൽ പരസ്യം ചെയ്ത കേന്ദ്ര സർക്കാർ. പരസ്യത്തിൽ പ്രധാനമന്ത്രിയുടെ ചിത്രം മാത്രമാണ് ഉൾപ്പെട്ടിട്ടുള്ളത്. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പേര് പോലും പരാമർശിച്ചിട്ടില്ല. സംസ്ഥാന സർക്കാർ പ്രതിപക്ഷത്തെ അവഗണിച്ചപ്പോൾ കേന്ദ്ര സർക്കാർ പിണറായി സർക്കാരിനെയും അവഗണിച്ചു എന്നാണ് UDFന്റെ പരിഹാസം. വികസിത ഭാരത് 2047 ഭാഗമായാണ് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം പ്രധാനമന്ത്രി മെയ് 2 രാജ്യത്തിന് സമർപ്പിക്കുന്നതെന്നാണ് കേന്ദ്രം ചൂണ്ടിക്കാട്ടുന്നത്. കേന്ദ്ര ഷിപ്പിംഗ് മന്ത്രാലയം ദേശീയ മാധ്യമങ്ങളിൽ നൽകിയ പരസ്യത്തിലാണ് ഇക്കാര്യം വ്യക്തമാക്കുന്നത്. ഈ പരസ്യത്തിൽ പ്രധാനമന്ത്രിയുടെ ചിത്രം മാത്രമാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. മുഖ്യമന്ത്രിയുടെ പേരോ ചിത്രമോ ഒന്നും ഉൾപ്പെടുത്തിയിട്ടില്ല. കേന്ദ്ര സർക്കാരിന്റെ പദ്ധതിയായാണ് പത്രപരസ്യത്തിൽ വിഴിഞ്ഞത്തെ അവതരിപ്പിച്ചിരിക്കുന്നത്. വിഴിഞ്ഞം തുറമുഖ നിർമ്മാണത്തിന്റെ 8600 കോടി മുതൽ മുടക്കിൽ 5300 കോടി രൂപ സംസ്ഥാന സർക്കാരും 818 കോടി രൂപ കേന്ദ്ര സർക്കാരും 2400 കോടി രൂപ അദാനി പോർട്സുമാണ് വഹിക്കുന്നത്. സംസ്ഥാന സർക്കാരിനെ പൂർണ്ണമായും അവഗണിച്ച് ക്രെഡിറ്റ് കേന്ദ്രം ഏറ്റെടുക്കുന്നുവെന്ന വിമർശനമാണ് ഉയരുന്നത്. അതേസമയം UDFനെ അവഗണിച്ച് വിഴിഞ്ഞം തുറമുഖ പദ്ധതിയുടെ പിതൃത്വം ഏറ്റെടുക്കാൻ ശ്രമിച്ച LDF സർക്കാരിന് കിട്ടിയ തിരിച്ചടിയായാണ് പ്രതിപക്ഷത്തിന്റെ പരിഹാസം. അമൃത ന്യൂസ്, തിരുവനന്തപുരം. സംസ്ഥാന സർക്കാരിന്റെ ഇച്ഛാശക്തിയുടെയും ദീർഘവീക്ഷണത്തിന്റെയും പ്രതീകമാണ് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഇതിന്റെ ക്രെഡിറ്റ് നാടിനുള്ളതാണെന്നും ഉദ്ഘാടനത്തിന് പങ്കെടുക്കുന്നവരെ തീരുമാനിച്ചത് പ്രധാനമന്ത്രിയുടെ ഓഫീസാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. പ്രതിപക്ഷ നേതാവിന്റെ പേര് സർക്കാർ നൽകിയിരുന്നു. പ്രതിപക്ഷ നേതാവിനെ ഇപ്പോഴും സ്വാഗതം ചെയ്യുന്നതായും മുഖ്യമന്ത്രി വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. സർക്കാരിന്റെ 10ാം വാർഷികത്തിൽ രാജ്യത്തിന് സമർപ്പിക്കപ്പെടുന്ന ഈ അഭിമാന പദ്ധതി സംസ്ഥാന സർക്കാരിന്റെ നിർണായക പങ്കാളിത്തത്തോടെ ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ചയ്ക്ക് പുതിയ ദിശാബോധം നൽകുന്ന, തന്ത്രപരമായ സമുദ്ര സാന്നിധ്യം ഉറപ്പിക്കുന്ന, ആഗോള വ്യാപാരത്തിന്റെ ഭാവിയെ പുലുകുന്ന ഒരു ചരിത്ര നിമിഷമാണ്. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം അതിന്റെ ചരിത്രപ്രധാനമായ സാമൂഹ്യ സാമ്പത്തിക വളർച്ച കൈവരിക്കുന്ന യാത്ര ആരംഭിക്കാൻ തയ്യാറായി കഴിഞ്ഞു. കൂടുതൽ ആഗോള സമുദ്ര വ്യാപാരത്തെ ഇന്ത്യയിലേക്ക് ആകർഷിക്കുന്ന ഒരു പുതിയ കവാടമായി ഈ തുറമുഖം മാറുകയാണ്. ഈ പുതിയ സമുദ്രയുഗത്തിന്റെ ഉദയത്തിന് സാക്ഷ്യം വഹിക്കാൻ രാജ്യം കാത്തിരിക്കുകയാണ്. ഇനി ഗൾഫ് വാർത്തകളിലേക്കാണ്. പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സംഘർഷം മൂർച്ഛിക്കുന്നതിലും അതിർത്തി പ്രദേശങ്ങളിൽ തുടർച്ചയായ വെടിവയ്പിലും സൗദി അറേബ്യ കടുത്ത ആശങ്ക പ്രകടിപ്പിച്ചു. സംഘർഷങ്ങൾ രൂക്ഷമാക്കുന്നത് ഒഴിവാക്കാനും നയതന്ത്ര മാർഗങ്ങളിലൂടെ തർക്കങ്ങൾ പരിഹരിക്കാനും നല്ല അയൽപ്പക്ക തത്വങ്ങളെ മാനിക്കാനും ഇരു രാജ്യങ്ങളോടും ആവശ്യപ്പെട്ടു. സൗദി വിദേശമന്ത്രി ഫൈസൽ ബിൻ ഫർഹാൻ രാജകുമാരൻ കഴിഞ്ഞ ദിവസം ഇന്ത്യൻ പാക് വിദേശമന്ത്രിമാരുമായി ഫോണിൽ ബന്ധപ്പെട്ട് സംഘർഷം ഒഴിവാക്കുന്നതിനെക്കുറിച്ച് ചർച്ച ചെയ്തിരുന്നു. മെയ് മാസത്തിൽ UAE-യിലെ ഇന്ധനവില പ്രഖ്യാപിച്ചു. മെയ് 1 മുതൽ സൂപ്പർ 98 പെട്രോളിന് ലിറ്ററിന് 2.58 ദിർഹമായിരിക്കും നിരക്ക്. സ്പെഷ്യൽ 95 ലിറ്ററിന് 2.47 ദിർഹം, E+91 പെട്രോളിന് ലിറ്ററിന് 2.39 ദിർഹം എന്നിങ്ങനെയാണ് മെയ് മാസത്തെ നിരക്ക്. ഡീസൽ വില 2.52 ദിർഹമാണ് മെയ് മാസത്തെ വില. ആഗോള വിലയുടെ അടിസ്ഥാനത്തിൽ എല്ലാ മാസവും ഇന്ധനവില പുതുക്കി നിശ്ചയിക്കുന്ന രീതിയാണ് UAE പിന്തുടരുന്നത്. UAE-യിൽ ചൂട് കാലാവസ്ഥ ആരംഭിച്ചതോടെ വിദ്യാലയങ്ങളിലെ പഠന സമയത്തിനും മാറ്റം വരുന്നു. തിങ്കൾ മുതൽ വ്യാഴം വരെ രാവിലെ 7:15 മുതൽ ഉച്ചയ്ക്ക് ശേഷം 1:35 വരെ പ്രവർത്തന സമയമാക്കാൻ UAE വിദ്യാഭ്യാസ മന്ത്രാലയം സ്കൂളുകൾക്ക് അനുമതി നൽകി. വെള്ളിയാഴ്ചകളിൽ രാവിലെ 7:15 മുതൽ 11 വരെയാകും ക്ലാസുകൾ. രാജ്യമെമ്പാടും കനത്ത ചൂടാണ് പകൽ സമയത്ത് അനുഭവപ്പെടുന്നത്. 42 ഡിഗ്രി സെൽഷ്യസ് മുതൽ 46 ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയരാൻ സാധ്യതയുണ്ടെന്ന് UAE കാലാവസ്ഥാ മന്ത്രാലയം ഇന്ന് പുറത്തുവിട്ട റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നു. തീരദേശങ്ങളിൽ 39 മുതൽ 40
42 ഡിഗ്രി വരെ ചൂടിന് സാധ്യതയുണ്ട്. വരും ദിവസങ്ങളിലും താപനില വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. സൗദി ജനറൽ എന്റർടൈൻമെന്റ് അതോറിറ്റി സംഘടിപ്പിക്കുന്ന ഇന്ത്യ ഉൾപ്പെടെ 4 രാജ്യങ്ങളുടെ 1 മാസത്തോളം നീണ്ടു നിൽക്കുന്ന സാംസ്കാരിക വിനോദ പരിപാടികൾക്ക് ഇന്നു മുതൽ തുടക്കമായി. മെയ് 14 മുതൽ 17 വരെയാണ് ഇന്ത്യയുടെ പരിപാടി. നീരജ് മാധവ് പരിപാടിയിൽ പങ്കെടുക്കും. സൗദി ജനറൽ എന്റർടൈൻമെന്റ് അതോറിറ്റിയാണ് യുവർ പാസ്പോർട്ട് ടു ദ വേൾഡ് എന്ന പേരിൽ സൗദിയുടെ വിവിധ ഭാഗങ്ങളിൽ വിനോദ പരിപാടികൾ സംഘടിപ്പിക്കുന്നത്. ഇന്ത്യ ഉൾപ്പെടെ 4 രാജ്യങ്ങളിൽ നിന്നുള്ള കലാകാരന്മാർ അണിനിരക്കുന്ന സംഗീത നൃത്ത പരിപാടികൾ സൗദിയുടെ വിവിധ ഭാഗങ്ങളിൽ ഇതിനോടകം അരങ്ങേറിക്കഴിഞ്ഞു. ജിദ്ദയിൽ ഷറഫിയ അൽ വുറൂദ് ഭാഗത്ത് ഏപ്രിൽ 30 മുതൽ മെയ് 24 വരെ നീണ്ടു നിൽക്കുന്ന പരിപാടിയിൽ സംഗീത നൃത്ത പരിപാടികൾക്ക് പുറമെ വിവിധ തരത്തിലുള്ള ഫുഡ് സ്റ്റാളുകളും ഷോപ്പിംഗ് സെന്ററുകളും കുട്ടികൾക്കുള്ള ഗെയിം സെന്ററുകളും ഒരുക്കിയിട്ടുണ്ട്. വൈകുന്നേരം 4 മണി മുതലാണ് പ്രവേശനമുള്ളത്. മെയ് 14 മുതൽ 17 വരെയാണ് ഇന്ത്യയുടെ പരിപാടി. മലയാളത്തിൽ നിന്ന് നടനും റാപ്പറുമായ നീരജ് മാധവ് പരിപാടിയിൽ പങ്കെടുക്കും. ബോളിവുഡ് പിന്നണി ഗായകരും ഇന്ത്യൻ പരിപാടിയിൽ പങ്കെടുക്കും. ഏപ്രിൽ 30 മുതൽ മെയ് 3 വരെ ഫിലിപ്പൈൻസിന്റെയും മെയ് 7 മുതൽ 10 വരെ ബംഗ്ലാദേശിന്റെയും മെയ് 21 മുതൽ 24 വരെ സുഡാന്റെയും പരിപാടിയിൽ ഉണ്ടാകുമെന്ന് അതോറിറ്റി പ്രതിനിധി അഹമ്മദ് സുൽത്താൻ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. Passport to the world, and as you know, Passport to the World contains 4 countries going to be participating in this event. We have India, we have Philippines, we have Bangladesh, we have Sudan, and by the way, the entry is free for all, so please all come and enjoy the event. Musical shows, we have international artists coming from India and all the countries. We have food courts, we have the handicraft stuff, the zone, we have the kids zone, all the activities for the kids are free. പ്രവേശനം പൂർണ്ണമായും സൗജന്യമാണ്. എന്നാൽ രജിസ്റ്റർ ചെയ്യണം. വി ബുക്ക് വഴി ബുക്ക് ചെയ്യാനും സ്പോട്ടിൽ രജിസ്റ്റർ ചെയ്യാനും സൗകര്യമുണ്ട്. സുൽഫിഖ്രോദായ്, അമൃത ന്യൂസ്, ജിദ്ദ. കുവൈറ്റിൽ സ്ത്രീയെ തട്ടിക്കൊണ്ടുപോയി അവരെ വിവാഹം കഴിച്ചാലും ഇനി മുതൽ ഭർത്താവിനെതിരെ തട്ടിക്കൊണ്ടുപോകൽ കേസ് ചുമത്തും. ഇത്തരം കേസുകളിൽ തട്ടിക്കൊണ്ടുപോകുന്നയാളെ ശിക്ഷയിൽ നിന്ന് ഒഴിവാക്കണമെന്ന് വ്യവസ്ഥ ചെയ്യുന്ന നിലവിലെ നിയമം റദ്ദാക്കുന്നതുമായി ബന്ധപ്പെട്ട കരട് നിയമത്തിന് മന്ത്രിസഭാ യോഗം അംഗീകാരം നൽകിയതായി നീതിന്യായ മന്ത്രി നാസർ അൽ സുമൈത്ത് വ്യക്തമാക്കി. സ്ത്രീകളുടെ അവകാശങ്ങൾക്കും സ്വാതന്ത്ര്യത്തിനുമുള്ള സംരക്ഷണം ശക്തിപ്പെടുത്തുന്നതിനും ഇസ്ലാമിക നിയമത്തിലെ മനുഷ്യന്റെ അന്തസ്സിനെ ഉയർത്തിപ്പിടിക്കുന്ന തത്വങ്ങൾ ഏകീകരിക്കുന്നതിനും അന്താരാഷ്ട്ര കൺവെൻഷനുകൾ പാലിക്കുന്നതിനും കുവൈറ്റ് പ്രകടിപ്പിക്കുന്ന പ്രതിബദ്ധതയാണ് പുതിയ കരട് നിയമത്തിലൂടെ ലക്ഷ്യമാക്കുന്നതെന്ന് മന്ത്രി അറിയിച്ചു. ഇതുമായി ബന്ധപ്പെട്ട് നിലവിലെ പീനൽ കോഡിലെ ആർട്ടിക്കിൾ 182 റദ്ദാക്കിക്കൊണ്ടാണ് പുതിയ കരട് നിയമം തയ്യാറാക്കിയത്. കുവൈറ്റിൽ വിവിധ സർക്കാർ ഏജൻസികൾ നൽകിവരുന്ന സേവനങ്ങൾക്ക് ഈടാക്കുന്ന ഫീസ് നിരക്ക് വർദ്ധിപ്പിക്കുവാനുള്ള തീരുമാനം 2 മാസത്തിനകമെന്ന് സൂചന. ആക്ടിംഗ് പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയുമായ ഷെയ്ഖ് ഫഹദ് അൽ യൂസഫിന്റെ അധ്യക്ഷതയിൽ കഴിഞ്ഞ ദിവസം ചേർന്ന മന്ത്രിസഭാ യോഗത്തിലാണ് ഇത് സംബന്ധിച്ച സൂചന. സർക്കാർ സേവനങ്ങൾക്കുള്ള ഫീസ് നിരക്ക് പുനർനിശ്ചയിക്കുവാൻ നേരത്തെ മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനം പുറപ്പെടുവിച്ചിരുന്നു. ഓരോ സർക്കാർ ഏജൻസികളും അവരുടെ ചെലവുകൾക്ക് അനുസൃതമായി സേവനങ്ങൾക്കുള്ള ഫീസ് നിരക്ക് അവലോകനം ചെയ്യുവാനും ഇതിനായി ധനമന്ത്രാലയവുമായി ഏകോപനം നടത്തുവാനും മന്ത്രിമാരെ ചുമതലപ്പെടുത്തിയിരുന്നു. ഈ തീരുമാനം വന്ന തീയതി മുതൽ 2 മാസത്തിനുള്ളിൽ ഓരോ ഏജൻസിയും അവരുടെ അന്തിമ തീരുമാനം മന്ത്രിസഭയെ അറിയിക്കണമെന്നാണ് കഴിഞ്ഞ ദിവസം ആക്ടിംഗ് പ്രധാനമന്ത്രി മന്ത്രിമാർക്ക് നിർദ്ദേശം നൽകിയിരുന്നത്. ഒമാനിലെ ഏറ്റവും വലിയ ഷോപ്പിംഗ് മാളുകളിൽ ഒന്നായ മോൾ ഓഫ് മസ്കത്തിന്റെ നടത്തിപ്പ് ചുമതല ലുലു ഗ്രൂപ്പിന്. ഇത് സംബന്ധിച്ച ദീർഘകാല കരാറിൽ ലുലു ഗ്രൂപ്പും ഒമാൻ സർക്കാർ സോവറിൻ ഫണ്ടായ തമാനി ഗ്ലോബലും തമ്മിൽ ധാരണയായി. ഒമാൻ വാണിജ്യ വ്യവസായ നിക്ഷേപ പ്രോത്സാഹന വകുപ്പ് മന്ത്രി ഗൈസ് മുഹമ്മദ് അൽ യൂസഫ്, ലുലു ഗ്രൂപ്പ് ഇന്റർനാഷണൽ ചെയർമാൻ MA യൂസഫ് അലി എന്നിവരുടെ സാന്നിധ്യത്തിൽ ലുലു ഗ്രൂപ്പ് ഡയറക്ടർ AV ആനന്ദും തമാനി ഗ്ലോബൽ ബോർഡ് മെമ്പർ അബ്ദുൾ അസീസ് അൽ മഹ്റൂമുമാണ് കരാറിൽ ഒപ്പുവെച്ചത്. 2000 കോടി രൂപ മുതൽ മുടക്കിൽ നിർമ്മിച്ച മോളിലെ സൗകര്യങ്ങൾ കൂടുതൽ ആഗോള നിലവാരത്തിലേക്ക് ഉയർത്താനും ഉപഭോക്തൃ സേവനം ഏറ്റവും മികച്ചതാക്കാനുമാണ് ലുലു ഹോൾസെയിലിംഗും തമാനി ഗ്ലോബലും കൈകോർക്കുന്നത്. മാൾ ഓഫ് മസ്കത്ത് നടത്തിപ്പ് ചുമതല ലുലു ഗ്രൂപ്പിന് ലഭിച്ചതിൽ ഏറെ സന്തോഷമുണ്ടെന്നും ഇതിന് അവസരം നൽകിയ ഒമാൻ സുൽത്താനും ഒമാൻ ഭരണകൂടത്തിനും MA യൂസഫ് അലി നന്ദി പറഞ്ഞു. സൗദി അറേബ്യയും ഇന്ത്യയും തമ്മിലുള്ള സഹകരണം കൂടുതൽ ശക്തമാക്കാൻ സൗദി മന്ത്രിസഭാ തീരുമാനം. സൗദിയിലെ കമ്മ്യൂണിക്കേഷൻ, സ്പേസ് ആൻഡ് ടെക്നോളജി കമ്മീഷനും ഇന്ത്യയിലെ ടെലികോം റെഗുലേറ്ററി അതോറിറ്റിയും പരസ്പര സഹകരണത്തിന് ഒപ്പുവെച്ച ധാരണാപത്രം സൗദി മന്ത്രിസഭ അംഗീകരിച്ചു. കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ രാജകുമാരന്റെ അധ്യക്ഷതയിൽ ചേർന്ന പ്രതിവാര മന്ത്രിസഭാ യോഗമാണ് ധാരണാപത്രം അംഗീകരിച്ചത്. അതുപോലെ സാമ്പത്തിക ഗവേഷണ പഠന മേഖലയിൽ പരസ്പര സഹകരണത്തിന് ധാരണാപത്രത്തിൽ ഒപ്പുവെക്കാൻ സാമ്പത്തിക ആസൂത്രണ മന്ത്രിയെ മന്ത്രിസഭ ചുമതലപ്പെടുത്തി.
മറ്റു വാർത്തകൾ നോക്കാം. പൂരങ്ങളുടെ പൂരമായ തൃശൂർ പൂരത്തിന് കൊടിയേറി. പൂരത്തിന്റെ പ്രധാന പങ്കാളികളായ തിരുവമ്പാടി, പാറമേക്കാവ് ക്ഷേത്രങ്ങളിലും ഘടകക്ഷേത്രങ്ങളിലുമാണ് കൊടിയേറിയത്. ഇനിയുള്ള ഒരാഴ്ച തൃശൂർ നഗരം പൂരലഹരിയിൽ അലിയും. മെയ് 6-നാണ് തൃശൂർ പൂരം. ആർപ്പുവിളികളും ആരവങ്ങളുമായി തൃശൂർ അങ്ങനെ ഒരു പൂരക്കാലത്തെ കൂടി വരവേറ്റു. പൂരത്തിന്റെ വരവറിയിച്ച ആദ്യം തിരുവമ്പാടിയിൽ കൊടിയേറി. പുറകെ പൂരാവേശം അലതല്ലി പാറമേക്കാവിലും കൊടിയേറി. പൂരത്തിന് വരുന്ന എല്ലാവരെയും സ്വീകരിക്കുകയും എല്ലാവർക്കും പൂരം കാണാനുള്ള സൗകര്യവുമാണ് ഇക്കുറി ഒരുക്കിയിരിക്കുന്നതെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ പറഞ്ഞു. എല്ലാവിധത്തിലുള്ള ഐശ്വര്യങ്ങളോടും എല്ലാവിധത്തിലുള്ള സൗകര്യങ്ങളോടും കൂടി നടന്നു. ഇത്തവണത്തെ പൂരം കൂടുതൽ ജനങ്ങളുള്ള പൂരമായിരിക്കും. ഒരു വിധത്തിലും പ്രയാസം ഉണ്ടാകില്ല എന്ന് നല്ല ബോധ്യമുണ്ടായി. ഇക്കുറി പുതുമകൾ അവതരിപ്പിക്കുമെന്ന് തിരുവമ്പാടി ദേവസ്വം ഭാരവാഹികൾ അറിയിച്ചു. ഈ പ്രാവശ്യത്തെ ഏറ്റവും പ്രത്യേകത എന്ന് പറഞ്ഞാൽ മുൻ വർഷങ്ങളിലെ അപേക്ഷിച്ച് തികച്ചും വ്യത്യസ്തമായ രീതിയിൽ അതിമനോഹരമായ വർണ്ണങ്ങളോടുകൂടി തിരുവമ്പാടി വിഭാഗത്തിൻ്റെ ചമയ പ്രദർശനം, സിനിമാ രംഗത്തുള്ളവർ ഒത്തുചേർന്ന്, പിന്നെ ഈ തട്ടകത്തുള്ള എല്ലാ ഉത്സാഹികളും കൂടി ഒത്തുചേർന്ന് അതിമനോഹരമായി അവിടെ ഒരുക്കങ്ങൾ പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. തിരുവമ്പാടിയുടെ എല്ലാ ഒരുക്കങ്ങളും പൂർത്തീകരിച്ചിട്ടുണ്ട്. പന്തലായാലും അതേപോലെ ആനച്ചമയമായാലും ആനകളായാലും വെടിക്കെട്ടായാലും അതിനെല്ലാ സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട്. ജില്ലാ ഭരണകൂടം ഇതിനെല്ലാവിധ സൗകര്യങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട്. 4-നാണ് സാമ്പിൾ വെടിക്കെട്ട്. 5-ന് കൊമ്പൻ എറണാകുളം ശിവകുമാർ തെക്കേ ഗോപുര നട തുറന്ന് നിലപാട് തറയിലെത്തി ശംഖു വിളിച്ച പൂരവിളംബരം നടത്തും. 6-ന് തൃശൂർ പൂരം. കുടമാറ്റത്തിലും വെടിക്കെട്ടിലും ഉൾപ്പെടെ പല സസ്പെൻസുകളും കരുതിവെക്കുന്നുണ്ടെന്ന് പാറമേക്കാവ് തിരുവമ്പാടി ദേവസ്വങ്ങൾ അറിയിച്ചു. അമൃത ന്യൂസ്, തൃശൂർ. മാതാ അമൃതാനന്ദമയി മഠം കണ്ണൂർ ബ്രഹ്മസ്ഥാന വാർഷിക മഹോത്സവത്തിന് ഭക്തിനിർഭരമായ സമാപനം. 2 ദിവസമായി നടന്ന വാർഷിക മഹോത്സവത്തിൽ 100 കണക്കിന് ഭക്തരാണ് പങ്കെടുത്തത്. വാർഷികോത്സവത്തിന്റെ ഭാഗമായി വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങളും സമ്മാനിച്ചു. പ്രത്യേക പൂജകളും പ്രാർത്ഥനകളും പഠനോപകരണ വിതരണവും പ്രസാദ വിതരണവുമെല്ലാം ഉൾപ്പെടുത്തിയായിരുന്നു 2 ദിവസത്തെ ബ്രഹ്മസ്ഥാന വാർഷിക മഹോത്സവം. പുലർച്ചെ 5 മണിക്ക് മഹാഗണപതി ഹോമത്തോടെ 2ാം ദിവസത്തെ ഉത്സവത്തിന് തുടക്കമായി. തുടർന്ന് ബ്രഹ്മചാരി രതീഷിന്റെ കാർമ്മികത്വത്തിൽ മഹാശിവശക്തി ഹോമം, മഹാസുദർശന ഹോമം, നവകം, പഞ്ചഗവ്യം, കലാഭിഷേകം തുടങ്ങിയ പൂജകൾ നടത്തി. ആശ്രമത്തിലെ മുതിർന്ന സന്യാസി സ്വാമി ജ്ഞാനാമൃതാനന്ദപുരിയുടെ അനുഗ്രഹ പ്രഭാഷണം ആത്മീയതയുടെ പുതിയ തലങ്ങളിലേക്ക് ഭക്തരെ എത്തിച്ചു. ആധ്യാത്മികത ഉൾക്കൊണ്ടുകൊണ്ട് നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ ആ വ്യക്തിക്ക് ബോധ്യമാണ് ഈ ചെയ്യുന്നത് എൻ്റെ കഴിവ് കൊണ്ടോ എൻ്റെ മിടുക്ക് കൊണ്ടോ അല്ല, ഈശ്വരൻ്റെ കൃപ കൊണ്ടാണ് എനിക്കിത് ചെയ്യുവാൻ കഴിയുന്നത്. അവിടുത്തെ കയ്യിലെ ഒരു ഉപകരണമായി ഞാൻ മാറട്ടെ എന്ന പ്രാർത്ഥനയോടെ ആയിരിക്കും ആധ്യാത്മികത ഉൾക്കൊള്ളുവാൻ ശ്രമിക്കുന്നവർ ഓരോ കാര്യവും ചെയ്യുന്നത്. വാർഷിക മഹോത്സവത്തിന്റെ ഭാഗമായി വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങൾ സമ്മാനിച്ചു. തുടർന്ന് മഠാധിപതി സ്വാമി അമൃതകൃപാനന്ദപുരിയുടെ നേതൃത്വത്തിൽ ഭക്തിഗാനസ്തുതിയും പ്രസാദ വിതരണവും നടന്നു. ഉച്ചയ്ക്ക് ശേഷം നടന്ന വിവിധ കലാപരിപാടികളോടെ 2 ദിവസമായി കണ്ണൂർ പനങ്കാവ് ആശ്രമത്തിൽ നടന്ന ബ്രഹ്മസ്ഥാന വാർഷിക മഹോത്സവത്തിന് ഭക്തിനിർഭരമായ സമാപനം. അമൃത ന്യൂസ്, കണ്ണൂർ. കോഴിക്കോട്ടെ അമൃത കുടുംബസംഗമം നാളെ നടക്കും. വെള്ളിമാട് കുന്നിലെ മാതാ അമൃതാനന്ദമയി മഠത്തിൽ നടക്കുന്ന കുടുംബസംഗമം ചലച്ചിത്ര സംവിധായകൻ VM വിനു ഉദ്ഘാടനം ചെയ്യും. കോഴിക്കോട് മഠാധിപതി സ്വാമി വിവേകാമൃതാനന്ദപുരി അധ്യക്ഷ പ്രഭാഷണം നടത്തും. കോഴിക്കോട്ടെ മക്കളുടെ ഒത്തുചേരൽ വിപുലമായ ആഘോഷമായി നടത്താനുള്ള ഒരുക്കങ്ങൾ അന്തിമഘട്ടത്തിലാണ്. വെള്ളിമാട് കുന്നിലെ മാതാ അമൃതാനന്ദമയി മഠത്തിൽ നടക്കുന്ന സംഗമത്തിൽ ബാലസംസ്കൃതി കേന്ദ്രം, ആയുധ്, മാതൃസമിതി, അമൃത കുടുംബം, മാതൃവാണി, അമൃത വിദ്യാലയം, അമൃതകൃപ സ്പെഷ്യാലിറ്റി ക്ലിനിക്, അമൃതശ്രീ തുടങ്ങിയവയിലെ കുടുംബാംഗങ്ങൾ പങ്കെടുക്കും. ചലച്ചിത്ര സംവിധായകൻ VM വിനു വ്യാഴാഴ്ച വൈകിട്ട് 5 മണിക്ക് സംഗമം ഉദ്ഘാടനം ചെയ്യും. അമൃതാനന്ദമയി മഠം കോഴിക്കോട് മഠാധിപതി സ്വാമി വിവേകാമൃതാനന്ദപുരി ചടങ്ങിൽ അധ്യക്ഷ പ്രഭാഷണം നടത്തും. ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് സംസ്കാരത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള എന്റർടൈൻമെന്റ്. മനുഷ്യർക്ക് അതൊക്കെ ആവശ്യമാണ്.
അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള കലാപരിപാടികൾ ഇവിടെ ഉണ്ടാവും. ഒപ്പം തന്നെ ഭക്ഷ്യമേള, വിവിധ തരം രുചിക്കൂട്ടുകൾ, അമ്മമാർ തന്നെ അതൊക്കെ ഉണ്ടാക്കിക്കൊണ്ടുവരുന്നുണ്ട്, ഭക്ഷണ സാധനങ്ങളല്ല. അപ്പോൾ അവരുടെ കൗണ്ടറുകളിൽ അത് വയ്ക്കും, അവർക്ക് കഴിക്കാം. അതുപോലെ തന്നെ കലാപരിപാടികൾ ആസ്വദിക്കാം. കുട്ടികൾക്ക് ഗെയിമിങ്ങിൻ്റെ പരിപാടികളുണ്ട്, അവർക്ക് അതിൽ പങ്കെടുക്കാം. അവയെല്ലാവരും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു പരിപാടിയാണ് ഇതിൽ ഉദ്ദേശിക്കുന്നത്. ഒരു വലിയൊരു കൂട്ടായ്മയാണ് ഉദ്ദേശിക്കുന്നത്. അഭിനവ ഗുപ്ത ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ്ഡ് സ്റ്റഡീസ് ഡയറക്ടർ ഡോക്ടർ ആർ രാമാനന്ദ്, സാഹിത്യകാരി ശ്രീരമ, അമൃത വിദ്യാലയം പ്രിൻസിപ്പൽ ധന്യ, അയുധ് സ്റ്റേറ്റ് കോർഡിനേറ്റർ മുരളീകൃഷ്ണൻ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുക്കും. ശേഷം കലാപരിപാടികളും അരങ്ങേറും. രുചിയൂറും വിഭവങ്ങളുടെ ഭക്ഷ്യമേളയും കുട്ടികൾക്കായുള്ള ഗെയിമിംഗ് സോണും സംഗമത്തിന്റെ ഭാഗമായി ഉണ്ടാകും. അമൃത ന്യൂസ്, കോഴിക്കോട്. കോഴിക്കോട് വെള്ളിമാടുകുന്ന് അമൃത കൃപ സ്പെഷ്യാലിറ്റി ക്ലിനിക്കിൽ ഓങ്കോ ജനറ്റിക് സെന്റർ പ്രവർത്തനം ആരംഭിച്ചു. മാതാ അമൃതാനന്ദമയി മഠം ജനറൽ സെക്രട്ടറി സ്വാമി പൂർണ്ണാമൃതാനന്ദപുരി അമൃത സെന്റർ ഫോർ ഓങ്കോ ജനറ്റിക്സ് ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം ചെയ്തു. കോഴിക്കോട് മഠാധിപതി സ്വാമി വിവേകാമൃതാനന്ദപുരി പരിപാടിയിൽ പങ്കെടുത്തു. കൊച്ചി അമൃത ആശുപത്രിയുടെ കീഴിലാണ് അമൃത കൃപ സ്പെഷ്യാലിറ്റി ക്ലിനിക് പ്രവർത്തിക്കുന്നത്. ക്യാൻസർ രോഗ ബോധവൽക്കരണത്തിനും ജനറ്റിക്സ് പരിശോധന ഉൾപ്പെടെയുള്ള ടെസ്റ്റുകൾ വഴി രോഗം മുൻകൂട്ടി കണ്ടുപിടിക്കുന്നതിനും ചികിത്സാ നിർദ്ദേശങ്ങൾ നൽകുന്നതിനുമുള്ള സൗകര്യങ്ങളും ക്ലിനിക്കിലെ ഓങ്കോ ജനറ്റിക്സ് സെന്ററിൽ ഒരുക്കിയിട്ടുണ്ട്. കോഴിക്കോട് വെള്ളിമാടുകുന്നിലെ അമൃതകൃപ സ്പെഷ്യാലിറ്റി ക്ലിനിക്കിലെത്തിയ മാതാ അമൃതാനന്ദമയി മഠം ജനറൽ സെക്രട്ടറി സ്വാമി പൂർണ്ണാമൃതാനന്ദപുരിയെ കോഴിക്കോട് മഠാധിപതി സ്വാമി വിവേകാമൃതാനന്ദപുരിയുടെ നേതൃത്വത്തിൽ പൂർണ്ണകുംഭം നൽകി സ്വീകരിച്ചു. തുടർന്ന് സ്വാമി പൂർണ്ണാമൃതാനന്ദപുരിയും സ്വാമി വിവേകാമൃതാനന്ദപുരിയും ചേർന്ന് ഭദ്രദീപം കൊളുത്തി ഓങ്കോ ജനറ്റിക് സെന്റർ ഉദ്ഘാടനം ചെയ്തു. ഓങ്കോളജി ജനറ്റിക്സ് വിഭാഗത്തോടൊപ്പം അമൃത ഹോസ്പിറ്റൽസ് കൊച്ചി, ഫരീദാബാദ് ക്യാമ്പസുകളുടെ സഹകരണത്തോടെ ക്യാൻസർ ചികിത്സാ രംഗത്തെ വിദഗ്ധരുടെ ഒരു പാനലാണ് യൂണിറ്റിന് നേതൃത്വം നൽകുന്നത്. ക്യാൻസർ രോഗം വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ ഇതുപോലൊരു സെന്റർ വളരെ ഉപകാരപ്രദമായിരിക്കുമെന്ന് കൊച്ചി അമൃത ആശുപത്രി സർജറി വിഭാഗം പ്രൊഫസർ ഡോക്ടർ ശ്രീകുമാർ പറഞ്ഞു. ഒരു വ്യക്തി ക്യാൻസർ സംശയിക്കുന്ന ഒരു വ്യക്തിയായിട്ട് ഇവിടെ വന്നാൽ നമ്മൾ അവരെ എല്ലാ രീതിയിലുമുള്ള സ്ക്രീനിങ്, അതായത് ജനറ്റിക്സ് ഉൾപ്പെടെയുള്ള സ്ക്രീനിങ് ചെയ്ത് അവർക്ക് വ്യക്തതയോടുകൂടി ഒരു അഭിപ്രായം പറയാനും അവർക്ക് ആവശ്യമായ കൗൺസിലിംഗ് കൊടുക്കാനും പരിശോധനകൾ ചെയ്ത് രോഗനിർണയം വരുത്തി അവർക്ക് വേണ്ടപ്പെട്ട മെച്ചപ്പെട്ട ചികിത്സ ആ ഒരു വ്യക്തിക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഒരു കോംപ്രിഹെൻസീവ് ഇൻ്റഗ്രേറ്റഡ് അപ്രോച്ചാണ് നമ്മൾ ഈ ക്ലിനിക് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ക്ലിനിക്കിലെത്തുന്നവർക്ക് ക്യാൻസർ രോഗത്തെക്കുറിച്ച് കൃത്യമായി ബോധവൽക്കരണം നടത്തുന്നതിലൂടെ അവരിലുള്ള ഭയം അകറ്റാൻ കഴിയുമെന്ന് സെന്ററിന്റെ ഇൻചാർജുള്ള ഡോക്ടർ ഇ ആരതി പറഞ്ഞു. ഓരോരുത്തർക്കും പ്രായത്തിനനുസരിച്ചിട്ടുള്ള ക്യാൻസർ സ്ക്രീനിങ് ടെസ്റ്റുകൾ ചെയ്യാന്നുള്ളതും കുടുംബത്തിൽ ക്യാൻസർ ഉള്ള ആളുകളാണെങ്കിൽ അത് ജനിതകപരമായി വന്നതാണോ എന്ന് നോക്കി അതിനുള്ള ജനറ്റിക് കൗൺസിലിംഗ് കൊടുക്കാനും ആവശ്യമുള്ളവർക്ക് ജനറ്റിക് ടെസ്റ്റിംഗ് ചെയ്ത് ക്യാൻസർ വരാനുള്ള സാധ്യതയുണ്ടോ എന്ന് കണ്ടുപിടിക്കാനും മുൻകൂട്ടി അതിനു വേണ്ട കാര്യങ്ങൾ ചെയ്യാനുമാണ് ഈ ക്ലിനിക് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ക്യാൻസർ മുൻകൂട്ടി കണ്ടുപിടിക്കാൻ കഴിയാത്തതും കൃത്യമായി ചികിത്സയെക്കുറിച്ചുള്ള അറിവില്ലാത്തതും രോഗം തടയുന്നതിനുള്ള വഴിയെക്കുറിച്ചുള്ള ആരോഗ്യ ബോധവൽക്കരണക്കുറവും ഭയവുമൊക്കെയാണ് മരണത്തിന് പ്രധാന കാരണമാകുന്നത്. അത്തരമൊരു സാഹചര്യത്തിൽ അമൃത സെന്റർ ഫോർ ഓങ്കോ ജനറ്റിക്സ് ജനങ്ങൾക്ക് ആശ്വാസമായി മാറും. അമൃത ന്യൂസ്, കോഴിക്കോട്. സുധീർമാൻ കപ്പ് മിക്സ്ഡ് ടീം ബാഡ്മിന്റൺ ടൂർണമെന്റിൽ നിന്ന് ഇന്ത്യ പുറത്ത്. ഗ്രൂപ്പ് ഡി മത്സരത്തിൽ ഇന്തോനേഷ്യയോട് 4-1 തോൽവി വഴങ്ങിയതോടെയാണ് ഇന്ത്യ പുറത്തായത്. ആദ്യ മത്സരത്തിൽ ഡെൻമാർക്കിനോടും ഇന്ത്യ 4-1 തോറ്റിരുന്നു. ആദ്യ മത്സരത്തിൽ ഡെൻമാർക്കിനെ 5-0 തോൽപ്പിച്ച ഇന്തോനേഷ്യ ഇതോടെ നോക്കൌട്ട് റൗണ്ടിലേക്ക് കടന്നു. ഇതോടെ മിഡിൽ ഈസ്റ്റ് വാർത്തകൾ പൂർണ്ണമാകുകയാണ്. കൂടുതൽ വാർത്തകൾക്കായി അമൃത ന്യൂസ് യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. നമസ്കാരം.